സുഹൃത്തുക്കളെ ഈറ്റ് ആൻഡ് ഡ്രൈവ് വിത്ത് നജീബ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ഫിഷിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിച്ചിരുന്നത്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഫിഷിങ്ങിന് പോയിട്ട് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ബോസിൻ്റെ പ്രൈവറ്റ് ഐലൻഡ് ഉണ്ട്, അതിൻ്റെ അകത്തുനിന്ന് പിടിച്ച നല്ലൊരു അടിപൊളി ഹമോറാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റു പല ഫിഷുകളും ഉണ്ട്, അതിൻ്റെയൊക്കെയാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മളെ മുസ്താഖയൊക്കെ മീനിനെ പിടിച്ചുകൊണ്ട് നല്ല വെയിറ്റുള്ള മീനാട്ടോ. അപ്പോൾ ആ ഫോട്ടോഗ്രാഫർമാർക്ക് ഒരുപാട് അവിടെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല നല്ല മീനിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും. അതും ഇത്ര വലിയ ഹമോറൊക്കെ ഇങ്ങനെ ചൂണ്ടൊക്കെ പിടിച്ചിട്ട് കരക്ക് കയറ്റുമ്പോഴുള്ള ഒരു രസമുണ്ടല്ലോ, അതൊക്കെ ഒരു പ്രത്യേക വൈബായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ ബോസും കൂട്ടുകാരും പിന്നെ നമ്മുടെ രാജു ഉണ്ടായിരുന്നു, അവരൊക്കെ പോയി കണ്ട് പിടിച്ചു കൊടുക്കുന്നതാണ്. നല്ല രസമല്ലേ. രാജു പറഞ്ഞതൊക്കെ കരക്ക് കയറ്റാൻ ഒരുപാട് പാടുപെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പിടിക്കല്ല, ഞാനും പിടിച്ചും കണ്ട് ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു പാരറ്റ് ഫിഷ് ഉണ്ട്. ഇത് ആ തത്തൻ്റെ അതേ രൂപം തന്നെ കേട്ടോ, നല്ല രസമാണ്. ഇതിനൊന്നും നമുക്ക് കണ്ടാൽ കഴിക്കാനൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ ഇവനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മീനിനെ പിടിച്ചിട്ട്, ആ മീനിന് ജീവനുണ്ട് കേട്ടോ. അത് അപ്പോൾ പിടിച്ച് കൊടുക്കുന്നതുകൊണ്ട് നല്ല ജീവനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുകയാണ്. പക്ഷേ ഈ വെള്ളത്തിലിട്ടേച്ചാൽ ഫ്രഷ് വാട്ടറിലിട്ടേച്ചാൽ പെട്ടെന്ന് തന്നെ ചത്തു പോകുന്നതാണ്. പക്ഷേ കുട്ടികൾക്ക് അറിയില്ലല്ലോ, അപ്പോൾ അവനതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതെന്താണെന്നറിയോ, ഇതൊരു ക്രാബാണ്. ഒരു ക്രാബ് എന്ന് പറഞ്ഞാൽ ഒരു ഭീമൻ ക്രാബാണ്. അതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉണ്ടാവും. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് അത് ഫ്രിഡ്ജിലായിരുന്നു. പിന്നെ അതിന് ശേഷം ഐസിൽ നിന്ന് എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇങ്ങനെ കഴിക്കാൻ നോക്കുകയാണ്. അത് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതിങ്ങനെ കഴിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മീറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഒരു ചെറിയ കാലിൻ്റെ കഷ്ണം നോക്കുമ്പോൾ തന്നെ അതിൽ നല്ല മീറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഞണ്ടിൻ്റെ മീറ്റ് ഉണ്ടല്ലേ, ഭയങ്കര നല്ല മീറ്റാട്ടോ. അത് നല്ല മീറ്റ് എന്ന് പറഞ്ഞത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളതാണ്, ഒരുപാട് കാൽഷ്യം ഇതൊക്കെ ഉള്ളതാണ്. പിന്നെ അപ്പോൾ നമുക്ക് ഒരുപാട് ഇതിങ്ങനെ കഴിക്കുകയാണെങ്കിൽ കൂടുതലൊന്നും കഴിക്കാനൊന്നും തോന്നില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഞണ്ടിൻ്റെ മീറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഞണ്ടിനെയൊക്കെ പൊട്ടിക്കുകയാണെങ്കിൽ എത്ര അതിൻ്റെ അകത്ത് ഉണ്ടാകുക, അതിൻ്റെ ആ കാലിൻ്റെ ഉള്ളിലും കൈയിൻ്റെ ഉള്ളിലൊക്കെ എത്രയാണ് ഇത് ഉണ്ടാവുക എന്ന് നമുക്കറിയാലോ. ഇത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതുണ്ട്. ഒരു കൈ അതിൻ്റെ ഒരു കാല് പൊട്ടിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് മീറ്റ് കിട്ടുന്നു. മറ്റൊരു ഞണ്ടിൻ്റെ മീറ്റ് ഇതിൻ്റെ ഒരു കാലിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള ഇതിൽ നല്ല മീറ്റുകളുണ്ട്, നല്ല അടിപൊളി കേട്ടോ. ഈ ഒരു സാധനം കണ്ടോ, ഇതാണ് മറ്റേ മസിൽസ് കക്കാത് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ വേറൊരു രൂപം ഇതുള്ളത്, നമ്മളെ ഞവണിക്കായ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടത്. ഇത് ചിലവരൊന്നും കഴിക്കില്ല. നമ്മളെ നാട്ടിലുള്ളവർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവർ നല്ല എന്ന് പറഞ്ഞു കണ്ട് മറ്റേ ഇതായി കണ്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. നമ്മളെ ആൾക്കാർക്കൊന്നും ഇത് കഴിക്കാനൊരു അറപ്പായിരിക്കും സത്യത്തിൽ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗൾഫ് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു അറപ്പായിരിക്കും. അപ്പോൾ ഈ സാധനം കേട്ടോ, അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രത്യേക എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് അവർ മാരിനേഷൻ ഇത് കഴിഞ്ഞ് കൊണ്ടുവന്നതെന്ന് തന്നെ തോന്നണേ. അത് ഏതായാലും കുക്ക് ചെയ്ത് നല്ല ഒരു എടുത്തപ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും. കണ്ടോ ഈ സാധനം, നല്ല എമ്മി ആയിട്ടുള്ള സാധനം കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ചിലവരൊക്കെ ഉണ്ട്, ഇത് അറപ്പില്ല ആളുകളുണ്ട്, അവരൊക്കെ പറയുന്നുണ്ടാവും എന്താണ് ഈ ചങ്ങായി കഴിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ പല ഫുഡുകളും കഴിച്ചു നോക്കണം. ഇതൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി തന്നെയാണ്. അതുകൊണ്ട് ആരും ഇതാക്കൊന്നും വേണ്ട, അറപ്പാകൊന്നും വേണ്ട. ഒരുവിധം സാധനങ്ങളൊക്കെ നല്ല ടേസ്റ്റി തന്നെ ആയിരിക്കും. അതിനുശേഷം നമ്മൾ പിടിച്ച ഹമോറിനെ കട്ട് ചെയ്ത് കണ്ട് മച്ചുബൂസൊക്കെ ഉണ്ട് പരിപാടി. അതുപോലെ തന്നെ സലമൂൺ കടയിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, നമ്മുടെ ഇവിടുന്ന് കിട്ടുന്ന സാധനമൊന്നുമല്ല, കടയിൽ നിന്ന് കൊണ്ടുവന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പിടിച്ച മറ്റേ ഫിഷുകൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ ആബിദ്. അതുപോലെ തന്നെ ഈ വൈറ്റ് പോംഫ്രെറ്റ്, ചെമ്മീൻ, ഇതൊക്കെ കടയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ ഈ ഒരു സമയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഹമോറന്നെ നമ്മളുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 ദിവസത്തിനുണ്ടാവും ഹമോറന്നെ. ഇവിടെ അറബികളെന്ന് പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം ഉണ്ടാക്കി ഒരു ഇതും കഴിക്കുമല്ലോ. ഇത് കൊണ്ടുവന്നിട്ട് ഇത് നമ്മൾ പിടിച്ചു കൊണ്ടുവന്ന മീനുകളാണ്. ഇതൊക്കെ ഫ്രഷ് നല്ല ഇപ്പം കിട്ടിയ മീനുകളാണ്. ആ മീനുകളുണ്ടോ, അതിൽ കുറേ മീനുകൾ പടക്കുന്ന മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്ന മീനുകൾ പടക്കില്ല, അതിങ്ങനെ കിടക്കുകയായിരിക്കും. അതിന് ശേഷം ഞാൻ കുറേ പ്രാവശ്യം ഇത് നോക്കി. പിന്നീട് മീനുകളൊക്കെ പിടിച്ചൊന്ന് തിരിച്ചും മറിച്ചു വിട്ടപ്പോഴാണ് മീനുകളൊക്കെ പടക്കൽ തുടങ്ങിയത്. ആദ്യം മീനുകളൊന്നും പടക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മീനുകളൊക്കെ ഒരുവിധമൊക്കെ ജീവനുള്ളത് തന്നെയാണ്, ഒന്നും ചത്തിട്ടില്ല, ഇപ്പം പിടിച്ച് കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് ഇതിനൊരു പ്രശ്നമില്ലാത്തത്. നല്ല ഫ്രഷ് മീനല്ലേ, അത് അങ്ങനെ തന്നെ ഗ്രില്ല് ചെയ്ത് കണ്ടൊക്കെ കഴിക്കുമ്പോണ്ടല്ലോ പ്രത്യേക രസമായിരിക്കും. അപ്പോൾ നമ്മളൊക്കെ ഒരുവിധം മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക, മസാല വെച്ച് കണ്ട് ഫ്രൈ ചെയ്യായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കറി വെക്കുകയായിരിക്കും ചെയ്യുക. പക്ഷേ അറബികളൊക്കെ ഒരുവിധം മീൻ കിട്ടിയാലൊക്കെ അവരിത് ഫ്രഷായി തന്നെ അതിനെ കഴുകിയെടുത്ത് അപ്പം തന്നെ അവർ ഗ്രില്ല് ചെയ്യിക്കാനും ചെയ്യുക. ഗ്രില്ല് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടമാണ് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത്. അറബികൾ ഒരുവിധമൊക്കെ ഗ്രില്ല് ചെയ്തുകൊണ്ട് തന്നെയാണ് മീനുകളൊക്കെ കഴിക്കാറുള്ളത്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഞാൻ വീഡിയോ കുറേ കഴിഞ്ഞിട്ടായിരുന്നു വീഡിയോ ഇടാനൊന്നും ഒരു മൂഡ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ദിവസം സൗണ്ട് ഇതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ പല പ്രശ്നങ്ങളും കാരണമാണ് വീഡിയോസ് ഒന്നും ഇടാത്തത്. നമ്മൾ മനുഷ്യനല്ലേ, പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും ഇടാത്തത്.
അപ്പോൾ അടുത്ത വീഡിയോ ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.